ഭഗവത്ഗീത അധ്യായം 2 ശ്ലോകം 14. മാത്രാ സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖദുഃഖദാ ആഗമാപായിനോ നിത്യസ്താം തിദിക്ഷസ്വ ഭാരത. അല്ലയോ അർജുന, വന്നും പോയുമിരിക്കുന്ന ഇന്ദ്രിയാനുഭൂതികളിൽ അസ്വസ്ഥനാകാതെ സഹിക്കാൻ ഒരാൾ പഠിക്കണം. നമ്മുടെ ഒരനുഭവവും സ്ഥിരമല്ല, അത് നമ്മൾ തിരിച്ചറിയണം. ഇന്ന് ഭയങ്കര ദുഃഖമായിരുന്നു, നാളെയും മറ്റന്നാളും 4-ാം നാളും കഴിഞ്ഞ് 5-ാം നാളാകുമ്പോഴേക്ക് ഈ ദുഃഖം മാറി നമ്മളൊരു സുഖത്തിലേക്ക് കയറിയിട്ടുണ്ടാവും. സുഖത്തിൽ നമ്മൾ കയറി നിൽക്കുന്ന സമയത്ത് നമ്മൾ ഈ നിമിഷത്തിലാണ്. നമ്മൾ കാലത്തിൻ്റെ പ്രവാഹം അപ്പോൾ അറിയില്ല. കാരണം നമ്മളും കാലവും സമയവും അവിടെ ഇല്ലാതെയാവുകയാണ്. നമ്മൾ ഇഷ്ടത്തോടെ ആ അനുഭവത്തിൽ നമ്മൾ ഇല്ലാതായി, ഞാൻ എന്ന വ്യക്തിത്വം ഇല്ലാതെ ആയിട്ട് ആ അനുഭവത്തിൽ ഒഴുകിപ്പോകുമ്പോൾ, നമ്മൾ ഈ നിമിഷത്തിലാകുമ്പോൾ ആ സമയം ഒഴുകിപ്പോകുന്നത് നാം അറിയുന്നില്ല. എന്നാൽ എന്നോ നമുക്ക് ഏറ്റ ഒരു ദുഃഖത്തിൻ്റെ അഗാധം, അതിനെ നമ്മൾ മറക്കാതെ താലോലിച്ച് കൊണ്ടു നടക്കുമ്പോഴാണ് നമ്മൾ ദുഃഖിതരാകുന്നത്. ആ ഒരു ചെറിയ ദുഃഖത്തെ നമ്മൾ താലോലിച്ച് വലുതാക്കുകയാണെന്ന് മനസ്സിലാക്കണം. ഇതിനെ എങ്ങനെ മറികടക്കാം എന്നത് ഭഗവാൻ പറയുന്നു. വ്യക്തമായി പറഞ്ഞാൽ, നമ്മൾ ഈ ശബരിമലക്കാലത്ത് വൃശ്ചികം ധനു കാലഘട്ടത്തിൽ നല്ല ഭയങ്കര തണുപ്പാവും. ഇപ്പോഴത്തെ അവസ്ഥയല്ല പറയുന്നത്, പഴയ കാലത്ത്. ഇപ്പോഴും ചില കാലങ്ങളിൽ തണുപ്പ് വരാറുണ്ട്. അങ്ങനെ നമ്മുടെ ചുണ്ടെല്ലാം പൊട്ടിപ്പോകുന്ന അത്രയും ഭയങ്കര തണുപ്പത്ത് രാവിലെ എണീറ്റ് ശബരിമലയ്ക്ക് മാലയിട്ട അയ്യപ്പന്മാർ ഈ തണുപ്പിനെ വകവയ്ക്കാതെ ഐസ് പോലുള്ള വെള്ളത്തിൽ മുങ്ങി ശരണം വിളിച്ച് അതിരാവിലെ കൈകാലുകൾ വിറച്ചുകൊണ്ട് ക്ഷേത്ര ദർശനം നടത്തുന്ന അനുഭവം ഒരു 50-60 വയസ്സുള്ള ആൾക്കാർക്ക് അവരെ കുട്ടിക്കാലത്തെ അനുഭവങ്ങളുണ്ടാവും. എങ്ങനെയാണ് അത്രയും കൊടും തണുപ്പിനെ നമ്മൾ മറികടന്നത്? ഇഷ്ടത്തോടെയാണോ? ഈ തണുപ്പ് ആസ്വദിച്ചിട്ടാണോ? അല്ല. ആ തണുപ്പിനെ മറികടന്നു, എതിരിട്ട് മറികടന്നു. നമ്മുടെ ശക്തമായ വിശ്വാസവും നമ്മുടെ ശക്തമായിട്ടുള്ള തീരുമാനവും അതിനെ മറികടന്നു. അതാണ് ഭഗവാൻ പറയുന്നത്, മറികടക്കാനുള്ള ഒരു മാർഗം. ഇതുപോലെ തന്നെ നമ്മുടെ വീട്ടമ്മമാർ ചുട്ടുപൊള്ളുന്ന വേനൽക്കാലത്തും നട്ടുച്ച സമയത്ത് അടുപ്പിൻ്റെ അടുത്ത് സഹിക്കാൻ വയ്യാത്ത ചൂടിനെ അവഗണിച്ച് കറികളും ചോറും പാചകം ചെയ്ത് നമുക്ക് തരുന്നില്ലേ? ആ ദൃഢപ്രതിജ്ഞ, എന്ത് ചൂടും എനിക്ക് പ്രശ്നമല്ല, എൻ്റെ ഉത്തരവാദിത്തം എൻ്റെ ഭർത്താവിനും മക്കൾക്കും ഈ ചോറുണ്ടാക്കി കൊടുക്കലാണ്, ഇത് ഞാൻ മറികടക്കും എന്ന് തീരുമാനിക്കുകയാണ്. സാഹചര്യത്തെ ഉൾക്കൊള്ളുകയാണ്, സാഹചര്യത്തെ സ്വീകരിച്ചു. അത് അവരെ അസ്വസ്ഥതപ്പെടുത്തുന്നില്ല. നമ്മൾ ആ സാഹചര്യവുമായി ഇഴുകിച്ചേർന്ന് കഴിഞ്ഞാൽ അതിനെ മറികടക്കാൻ കഴിയും. നേരെ മറിച്ച് ആ സാഹചര്യത്തെ നമ്മൾ പ്രതിരോധിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളിൽ അസ്വസ്ഥതകൾ ഉടലെടുക്കാൻ തുടങ്ങും. കൊടും വെയിലത്ത് പാടത്ത് കിളയ്ക്കുന്ന ആൾക്കാരെ കണ്ടു കാണും, പറമ്പ് കിളയ്ക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് തന്നെ ബുദ്ധിമുട്ട് തോന്നും. തീ പോലത്തെ വെയിൽ, ആ വെയിൽ കൊണ്ട് നിന്ന് അവർ ഒരു അസ്വസ്ഥതയും ഇല്ലാതെ, എന്താണത്, അവരാ സാഹചര്യത്തിന് അതേപോലെ ഉൾക്കൊണ്ടു. എനിക്കിത് ചെയ്യാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല, ഞാനിത് ഇട്ടെറിഞ്ഞു പോയാൽ എൻ്റെ കുടുംബം പട്ടിണിയാണ്. അപ്പോൾ ആ സാഹചര്യത്തിനെ അദ്ദേഹം അതേപോലെ സ്വീകരിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? അയാൾക്കത് അസ്വസ്ഥത ഉണ്ടാക്കുന്നില്ല. അദ്ദേഹം ആ സാഹചര്യത്തിനെ പ്രതിരോധിച്ചാലോ അദ്ദേഹത്തിന് സന്തോഷത്തോടെ ജോലി ചെയ്യാൻ കഴിയില്ല. അദ്ദേഹം അസ്വസ്ഥനാകും. അതോടുകൂടിയിട്ട് ആ ജോലിയും വെറുക്കും, പിന്നെ ഒരടി മുന്നോട്ട് പോകാൻ കഴിയില്ല. അതാണ് ഭഗവാൻ പറഞ്ഞത്, ആ സാഹചര്യങ്ങൾ സഹിക്കുക, ഉൾക്കൊള്ളുക, മുന്നോട്ട് പോവുക. എൻ്റെ ഗുരു എന്നോട് ഉപദേശിച്ചത്
ഒരു സൂത്രമായി പറഞ്ഞു തന്നത് വ്യക്തികളെയും സാഹചര്യങ്ങളെയും അതേപടി സ്വീകരിക്കുക, എന്നാൽ നിനക്ക് അസ്വസ്ഥതയുണ്ടാവില്ല എന്നാണ്. അതുകൊണ്ട് ഈ ഭഗവാന്റെ ഈ വാക്കുകൾ ശ്രദ്ധയോടെ മനസ്സിലാക്കി ജീവിതവുമായിട്ട് നേരിടാൻ തയ്യാറാകുക എന്നാണ് പറയാനുള്ളത്. ജയ് ഗുരുദേവ്.